എല്ലാവർക്കും നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ, അതേപോലെ തന്നെ ആലപ്പുഴയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ബാബു പ്രസാദ് അവർകൾ, KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷുക്കൂർക്ക, രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രിയപ്പെട്ട ഷാനി ചേച്ചി, അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ അനുതാജ്, ശ്രീ അരിത ബാബു ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലയിലെ ഏറെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ തെരുവുകളിൽ യുദ്ധം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സാധാരണക്കാരന് വേണ്ടി നിലപാടെടുത്ത് കേരളത്തിൽ തൂർത്ത് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി ഇത്രയധികം താഴ്ന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഖജനാവിൽ നിന്ന് കട്ടുമുടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ വലിയ രീതിയിൽ ജനങ്ങളുടെ മുൻപിലൂടെ ധാർഷ്ട്യത്തോടുകൂടി, വേദനയോടുകൂടി ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ധാർഷ്ട്യത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി മുന്നോട്ട് പോയ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് കല്യാശ്ശേരിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് നവകേരള യാത്ര എന്ന പേരിൽ ദൂർത്ത് നടത്തി പോകുന്ന സാഹചര്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നോക്കി നിൽക്കെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്, കരിങ്കൊടി കാണിക്കുന്നതിന് തെരുവുകളിൽ കാത്തുനിന്ന 4-5 പേരടങ്ങുന്ന ചെറിയ ഒരു യൂണിറ്റ് സംഘത്തിന്റെ പേരിൽ അവരുടെ തലയ്ക്ക് അടിച്ചു പൊട്ടിച്ചും അതിന് പിടിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ തല അടിച്ചു പൊട്ടിക്കുന്നതിന് ചെടിച്ചട്ടിയുമായി കടന്നു വരുന്ന DYFI കാരണം യൂത്ത് കോൺഗ്രസിന്റെ തല പിടിച്ചു വെച്ചു കൊടുക്കുന്ന പോലീസുകാരൻ നടത്തിയിരിക്കുന്ന നരനായാട്ടിന്റെ ആ പ്രതിഷേധത്തിനൊടുവിൽ ഞങ്ങൾ തിരിച്ചടിക്കുവാൻ ഒരു തീരുമാനമെത്തിയത്, നിങ്ങൾ പിടിച്ചടിക്കുവാൻ ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു വെച്ച് കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ അടിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ആ അടി കൊള്ളാതിരിക്കാൻ, തിരിച്ചടിക്കുവാൻ ഞങ്ങൾ നേതൃത്വം അതിനെ ഏറ്റെടുത്തത്. ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുക. ഈ സമര പരമ്പരയുമായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ കേരള സർക്കാർ കഴിഞ്ഞ വർഷങ്ങളായി 7 വർഷക്കാലമായി നടത്തിവന്നിരുന്ന ഈ അഴിമതിയും ധൂർത്തിനെയും മുഴുവൻ ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും മുന്നോട്ട് പോയപ്പോൾ ആ അഴിമതിയെ മുഴുവൻ രംഗത്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്കരികിലേക്ക് തെരുവുകളിൽ സമരം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ആ സംഘടന അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുവാൻ കഴിയുകയില്ല എന്ന അധികാര ധാർഷ്ട്യത്തിന്റെ ഹുങ്കോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ നിന്ന് കുമ്പിടാൻ പറയുമ്പോൾ നിലത്ത് മുട്ടിലെഴയുന്ന രീതിയിലേക്ക് വാഴപ്പിണ്ടിയുള്ള നട്ടലായി കേരളത്തിന്റെ പോലീസ് മാറിയിരിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വായനാശേഷിയും വിവരവും വിദ്യാഭ്യാസവും അറിവും സമ്പാദ്യമായിരിക്കുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ അത് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ കുറെ കാലങ്ങളായി ഏതെങ്കിലുമൊക്കെ കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അങ്ങ് തുറുങ്കിലടയ്ക്കാമെന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിന് നിങ്ങൾ അനവധി തവണ പ്ലാനിംഗ് നടത്തി. ആ പ്ലാനിംഗ് ഒന്നും വിജയിക്കാതെ പോയപ്പോൾ അവസാനം ഈ ധൂർത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നിങ്ങൾ ഒരു പ്രതിയായി ചേർക്കപ്പെട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവരല്ല. രാഹുൽ മാങ്കൂട്ടവും BV ശ്രീനിവാസും നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. ഈ
സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ സമരത്തിന്റെ പേരിൽ 4ാം പ്രതിയായിരിക്കുന്ന രാഹുലിനെ ആ തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് സ്റ്റേഷന്റെ പരിസരത്തും അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണാൻ പോകുന്ന സമയത്തും കൊല്ലത്തെ സ്കൂൾ സംസ്ഥാന കലോത്സവം നടന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പോലീസിന് മുൻപിലൂടെ നെഞ്ചു വിരിച്ചു നടന്നത്. ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യസമേതം കയറി വരുവാൻ ധൈര്യമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിനെ അമ്മയുടെ അരികിലെത്തിയപ്പോൾ പുലർച്ചയ്ക്ക് പോയി ജനലിൽ തട്ടി വാതിലിൽ തട്ടി വീടൊട്ടുക്കും ചുറ്റുവട്ടം നടന്ന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത് ആ അമ്മയുടെ വേദനയിൽ പോലും നിന്നുകൊണ്ട് അതിനെ ആസ്വദിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെയാണ് വീട് വളഞ്ഞിട്ട് പിടിക്കേണ്ടത്? ആരെയാണ് വീട് വളഞ്ഞിട്ട് പിടിക്കേണ്ടത്? വളഞ്ഞിട്ട് പിടിക്കേണ്ടവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവി, SFIയുടെ മുൻ പ്രവർത്തകൻ, DYFIയുടെ പ്രവർത്തകൻ, കുടുംബാംഗമായിരിക്കുന്ന ആ വണ്ടിപ്പെരിയാറിലെ ആ പിഞ്ചു ബാലികയെ പിച്ചിച്ചീന്തി ബലാത്സംഗം ചെയ്ത് കൊലക്കുറ്റത്തിന് കോടതി വരാന്തയ്ക്ക് മുൻപിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ഒരമ്മ തന്റെ മകളെ പിച്ചിച്ചീന്തിയവനെ നിയമം വെറുതെ വിട്ടെന്നറിഞ്ഞപ്പോൾ ആർത്തലച്ചു കരഞ്ഞ ഒരമ്മയുടെ മുഖം പിണറായി വിജയൻ കാണേണ്ടതുണ്ട്. ആ പ്രതിയാണ് നിങ്ങൾ ഈ രീതിയിൽ പിടിച്ചെടുക്കേണ്ടത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുക. കേരള പോലീസിനെ ഞങ്ങൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഏതൊരു സാധാരണക്കാരനും ആ ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലീഡർ കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെ സ്കോട്ട്ലാൻഡ് യാർഡിലെ പോലും വെല്ലുന്ന അന്വേഷണ മികവുള്ള പോലീസ് സേനയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോലീസ് സേന സംസ്കാരമില്ലാത്ത ബാർബേറിയന്മാരുടെ തരംതാണ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. ഒരു കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ട്രൗസർ